സാധാരണക്കാരുടെ ആശ്രയമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ബജറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴും പെൻഷൻ എന്ന് കിട്ടുമെന്നറിയാതെ കുഴയുകയാണ് പതിനായിരങ്ങൾ. പെൻഷനിൽ ഉണ്ടാകുന്ന ഓരോ കുടിശ്ശികയും ഇവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയുമാണ്. അത്തരത്തിൽ കഴിയുന്ന ചില ജീവിതങ്ങളെ കാണുകയാണ് നമ്മൾ. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പെൻഷൻ ഉയർത്തിയുമില്ല, പെൻഷൻ എങ്ങനെ കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടിയും ഉണ്ടായില്ല. അങ്ങനെ സർക്കാർ ഇരുട്ടിലാക്കുന്നത് ഇങ്ങനെ കുറെ ജീവിതങ്ങളെയാണ്. അവരിൽ ചിലരെ ഞങ്ങൾ വിളപ്പിൽ ശാലയിൽ കണ്ടു. ഈ പടിക്കെട്ട് കയറി വരുന്നത് ഗോപികമ്മയാണ്. വീടിന് മുന്നിൽ ഒരാൾ കൂടിയുണ്ട്, രവീന്ദ്രൻ. ഇരുവരും സഹോദരങ്ങളാണ്. പെൻഷൻ കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആയിരങ്ങൾക്കിടയിലെ രണ്ടുപേർ. എന്നാൽ ഇന്ന് ഈ അടുപ്പ് പുകയുന്നത് നാട്ടുകാരുടെ കാരുണ്യത്തിലാണ്. ഇടയ്ക്ക് മകളും സഹായിക്കും. പെൻഷൻ മുടങ്ങുമ്പോഴും മുട്ടാപ്പോക്ക് പറയുന്നവരോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. അവരങ്ങനെയല്ലേ പറയുള്ളൂ, പൈസ ഇല്ല. അവരുടെ കാര്യത്തിന് പൈസ ഉണ്ടോ അതൊന്നും ചോദിച്ചാൽ, അവരുടെ കാര്യത്തിന് ആവശ്യങ്ങൾക്കെല്ലാം അവരൊക്കെ എല്ലായിടത്തും പോകാനും എല്ലാ കാര്യം, അവരുടെ മക്കളെ കാര്യത്തിനും അവരുടെ ഭാര്യമാരുടെ കാര്യത്തിനും എല്ലാത്തിനും അവരൊക്കെ പൈസ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധുക്കൊക്കെ എന്തിങ്ങനെ ചെയ്യാത്തത്? സ്വന്തമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രായമല്ല. ജീവിത ചെലവുകൾക്കപ്പുറത്തേക്ക് മരുന്നുകൾ വാങ്ങാനും പണം കുറേയധികം വേണം. ഇതിന് ആകെയുള്ള വരുമാനം പെൻഷൻ മാത്രം. പക്ഷെ അതിനുള്ള കാത്തിരിപ്പ് നീളുകയാണ്. വേറെ എനിക്ക് സമ്പാദിക്കും, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഒരു കഞ്ഞിയും ഒരു കറിയും വയ്ക്കണം, എനിക്ക് 2 ഗുളിക വാങ്ങിക്കണം. തൈറോയിഡിനുള്ള ഗുളിക എങ്ങനെ വാങ്ങിക്കും? തീർന്നിരിക്കാനാണല്ലോ ഒന്ന് മനസ്സിലെപ്പോഴും ദൈവത്തിനെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം എനിക്ക് കണ്ടു തരാം. ഞാൻ അത്ര സങ്കടപ്പെട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ശശിയെ. ആരും തുണയില്ലാതെ ഒറ്റമുറി വീട്ടിൽ ഏകാന്തവാസം. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഏക ആശ്വാസം പെൻഷനായിരുന്നു. ഇപ്പോൾ അതും പ്രതിസന്ധിയിൽ. പെൻഷൻ കിട്ടിയിട്ട് ഒരു ആഴ്ച 2 മാസം പൈസ ഇട്ടുണ്ട്, ഇല്ല. പിന്നെ നാട്ടുകാർ വീട് വെച്ചെന്നേ നാട്ടുകാരുടെ സഹായിച്ചുള്ളതാണ് വെള്ളം കുടിച്ച് കിടക്കുന്നത്. ഇനി അവസാനമായിട്ട് മായ്ക്കാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ജീവൻ കഴിയുന്നത്. 70-കാരിയായ ഒരമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമുള്ള നാട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് പൊന്നമ്മ. മകന് മരുന്നിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണം. പിന്നെ ഈ പെൻഷനെങ്കിലും കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നു. ഇനി എന്ത് ചെയ്യാനോ എന്താ. ഇതിനാണെങ്കിൽ 15-17 വർഷം കൊണ്ട് മെൻ്റലിൻ്റെ ചികിത്സയിൽ ഇരിക്കുകയാണ്. ജന്നി വന്ന് വീഴും. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമാണ് ജന്നി വന്ന് കിടക്കുന്നത്. കിടന്നാൽ ഒരാഴ്ച കിടക്കും, കിടന്ന് മൂത്രമൊഴിച്ചൊക്കെ. അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ട് കിടക്കണം. ഇനി എന്ത് ചെയ്യാൻ? ഗവൺമെൻറ്റും ഒരു ഇങ്ങനെയാണ് സഹായിക്കുന്നത്. ഞങ്ങൾ 2 മരിച്ചുവെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ കിടക്കാതെ എന്തിനും ഒരു ആശ്രയം ആരുമില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള പെൺമക്കളുമായി ജീവിതം മുന്നോട്ട് നീക്കുന്ന സേതു അമ്മയെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന സുമതിയമ്മയെയും ഞങ്ങൾ കണ്ടു. ഇവർക്കും പറയാനുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെ. ഈ 1600 തന്നെ എൻ്റെ എല്ലാ ഭക്ഷണവും ചിലവും ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് ഈ പെൻഷൻ്റെ കാര്യമേ പറയാനുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറയാം. പിന്നെ എൻ്റെ മരുന്നും കൂടി അവർ തരുമെങ്കിൽ അതും എനിക്ക് അത്രയ്ക്ക് നല്ലത്. എനിക്ക് പെൻഷൻ കിട്ടിയേ പറ്റുള്ളൂ. 5 മാസത്തെ പെൻഷൻ വരെ ഉണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷമേ എൻ്റെ മോക്ക് എൻ്റെ മെഡിക്കൽ കോളേജ് എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ കൺമുന്നിൽ കനിവ് കാത്ത ഇവരിങ്ങനെ മുന്നോട്ട് പോകും. ഇവരുടെ ഇരുൾ വെളിച്ചമാകണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഏതായാലും ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കേരളവും കേരളീയവുമെന്ന് അധികാരവർഗത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇവരെല്ലാവരും. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചതിന്റെയും കൊടുത്തതിന്റെയും കണക്കുകളല്ല വേണ്ടത്. ഇനി കൊടുക്കാനുള്ളത് എങ്ങനെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ്. അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ ഈ അമ്മമാരുടെ കണ്ണീരിന് ആരും മറുപടി പറയും. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.